നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ഗ്രാമീൺ ഡാക് സേവക് GDS റിക്രൂട്ട്മെന്റിനുള്ള സപ്ലിമെന്ററി ലിസ്റ്റ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചു. GDS തസ്തികകളിലേക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ സപ്ലിമെന്ററി മെറിറ്റ് ലിസ്റ്റിൽ അവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഇപ്പോൾ പരിശോധിക്കാം. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, കേരള പോസ്റ്റൽ സർക്കിളുകളിൽ ഉടനീളമുള്ള ഡാക് സേവക് ഒഴിവുകൾ തുടങ്ങിയ വിവിധ തസ്തികകളിലേക്കുള്ള അധിക ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സപ്ലിമെന്ററി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻ മെറിറ്റ് ലിസ്റ്റിൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ പുതിയതായി പുറത്തിറക്കിയ സപ്ലിമെന്ററി സെലക്ഷൻ ലിസ്റ്റിലൂടെ മറ്റൊരു അവസരം കൂടിയുണ്ട്. നിയമന പ്രക്രിയ പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനമാക്കി ഉള്ളതും 10ാം ക്ലാസ് പരീക്ഷയിൽ ലഭിച്ച മാർക്ക് ഉപയോഗിച്ച് തയ്യാറാക്കിയതുമാണ്. അപേക്ഷകർ PDF ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാൻ നിർദ്ദേശിക്കുന്നു. 1. രജിസ്ട്രേഷൻ നമ്പർ, സ്ഥാനാർത്ഥിയുടെ പേര്, വിഭാഗത്തിന്റെ പേര്, പോസ്റ്റിന്റെ പേര്, സ്ഥിരീകരണത്തിന് ആവശ്യമായ രേഖകൾ നൽകി PDF ഡൗൺലോഡ് ചെയ്യാം. കേരള GDS റിക്രൂട്ട്മെന്റിന്റെ സവിശേഷതകൾ. സ്ഥാപനം ഇന്ത്യ പോസ്റ്റ്, തസ്തികയുടെ പേര് ഗ്രാമീൺ ഡാക് സേവക് GDS, ഒഴിവുകൾ BPM AVPM ഡാക് സേവക്, ജോലിസ്ഥലം കേരളം, തെരഞ്ഞെടുപ്പ് പ്രക്രിയ 10ാം ക്ലാസ് മെറിറ്റ് അടിസ്ഥാനം. സപ്ലിമെന്ററി ലിസ്റ്റ് സ്റ്റാറ്റസ് ഇന്ന് പ്രസിദ്ധീകരിച്ചു. കേരള GDS സപ്ലിമെന്ററി ലിസ്റ്റ് എങ്ങനെ പരിശോധിക്കാം? കേരള സപ്ലിമെന്ററി ലിസ്റ്റ് പരിശോധിക്കാൻ ലളിതമായ ഘട്ടങ്ങൾ നോക്കാം. 1. ഇന്ത്യ പോസ്റ്റ് GDS ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. 2. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സ്ഥാനാർത്ഥികൾ വിഭാഗം തുറക്കുക. 3. കേരള സർക്കിൾ തിരഞ്ഞെടുക്കുക. 4. സപ്ലിമെന്ററി ലിസ്റ്റ് PDF ഡൗൺലോഡ് ചെയ്യുക. 5. സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ തിരയുക. സ്ഥിരീകരണത്തിന് ആവശ്യമായ രേഖകൾ. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സ്ഥാനാർത്ഥികൾ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കിടെ ഇനി പറയുന്ന രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. 1. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ബാധകമെങ്കിൽ, വരുമാന സർട്ടിഫിക്കറ്റ്, താമസ തെളിവ്, സമീപകാല പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, മൊബൈൽ നമ്പറും ഇമെയിൽ ID. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രധാന നിർദ്ദേശങ്ങൾ. സപ്ലിമെന്ററി ലിസ്റ്റിൽ പേരുള്ള ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്ന നിശ്ചിത സമയപരിധിക്കുള്ളിൽ രേഖാപരിശോധന പ്രക്രിയ പൂർത്തിയാക്കണം. പരിശോധനയ്ക്ക് ഹാജരാകാത്തവർ തിരഞ്ഞെടുപ്പ് റദ്ദാക്കലിന് കാരണമായേക്കാം. അപേക്ഷകർ ഇനി പറയുന്ന കാര്യങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റ് പൊതുവായി സന്ദർശിക്കാൻ നിർദ്ദേശിക്കുന്നു. പരിശോധനാ ഷെഡ്യൂൾ, ചേരുന്നതിനുള്ള നിർദ്ദേശങ്ങൾ, അന്തിമ അപ്പോയിന്റ്മെന്റ് അപ്ഡേറ്റുകൾ, കൂടുതൽ അനുബന്ധ പട്ടികകൾ. കേരള GDS ശമ്പള വിവരങ്ങൾ. GDS തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യ പോസ്റ്റ് നിയമങ്ങൾ അനുസരിച്ച് ശമ്പളവും അലവൻസും ലഭിക്കും. തസ്തികയും ജോലി സമയം അനുസരിച്ച് ശമ്പളം വ്യത്യാസപ്പെടും. ഏകദേശ ശമ്പള ഘടന. BPM 12,000 തൊട്ട് 29,380 രൂപ വരെ. AVPM ഡാക് സേവക് 10,000 രൂപ തൊട്ട് 24,470 രൂപ വരെ. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ 25/5/2026 അതിനു മുമ്പോ അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഡിവിഷനിലോ ഡിവിഷണൽ ഓഫീസിൽ അവരുടെ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഉദ്യോഗാർത്ഥികൾ എല്ലാ പ്രസക്ത രേഖകളുടെ ഒറിജിനലുകളും 2 സെറ്റ് ഫോട്ടോ കോപ്പികളും സഹിതം റിപ്പോർട്ട് ചെയ്യണം. സപ്ലിമെന്ററി ലിസ്റ്റ് PDF ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കമന്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.